നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഉദയനിധി സ്റ്റാലിനെ ഇന്ന് രാവിലെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ഉദയനിധി സ്റ്റാലിന് അപേക്ഷ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കോടതി ഉച്ചയ്ക്ക് 12 മണിവരെ അറസ്റ്റ് പാടില്ല എന്ന് നിർദ്ദേശിച്ചിരുന്നു. ആ നിർദ്ദേശത്തെ മറികടക്കുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിൽ പോലീസ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്തു. പക്ഷേ ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയിലെടുത്തതെന്നുള്ള ന്യായം വേണമെങ്കിൽ കോടതിയിൽ പറയാമെന്നുള്ളൊരു പഴുതിട്ടിട്ടാണ് അവർ കസ്റ്റഡിയിലെടുത്തത്. പോലീസുകാർക്ക് കൃത്യമായിട്ട് നിയമം എങ്ങനെ വളച്ചൊടിക്കണമെന്നുള്ളത് അറിയാമായിരിക്കണമല്ലോ. ഉദയനിധി സ്റ്റാലിനെ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. കോടതി ഇന്ന് തന്നെ വിട്ടയക്കണമെന്ന് പറഞ്ഞു. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാമെന്ന് പറഞ്ഞു. വിട്ടയക്കണം. വാദപ്രതിവാദങ്ങൾ നടന്നു. DMK പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളും നടന്നു. പോലീസ് ഉദയനിധിയെ കൊണ്ടുപോയ വാഹനത്തെ DMK പ്രവർത്തകർ തടഞ്ഞു. തമിഴ്നാട്ടിൽ വലിയ കോലാഹലങ്ങളായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും ഉദയനിധി വിട്ടയക്കപ്പെട്ടു. തമിഴ്നാട്ടിൽ DMK പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമൊക്കെ ആഘോഷിച്ചു. ഉദയനിധി പുറത്തിറങ്ങി വന്നൊരു വീരനായകനെ പോലെ ഉദയനിധിയെ സ്വീകരിച്ചു. ദേശീയ തലത്തിൽ ഈ വിഷയം ചർച്ചയുമായി. ഇപ്പോൾ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നത്, ഉദയനിധി എന്തിന് അറസ്റ്റ് ചെയ്തു? ഇപ്പോഴത്തേക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ വിവരം അറിയാമായിരിക്കും. പക്ഷെ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. എന്താണ് ഉദയനിധി പറഞ്ഞത്? തൃഷയെ അപമാനിച്ചു. ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ തൃഷ എന്ന സിനിമാ നടിയെ ഉദയനിധി അപമാനിച്ചു എന്നുള്ളതാണ് ഉദയനിധിയുടെ മേലുള്ള കുറ്റാരോപണം. തഞ്ചാവൂരിൽ നടന്ന ഒരു DMKയുടെ ഒരു സമ്മേളനമായിരുന്നു ഈ സംഭവം നടന്ന വേദി. ഉദയനിധി കാവേരി പ്രശ്നത്തിൽ തമിഴക വെട്രിക്കഴകം, വിജയുടെ തമിഴക വെട്രിക്കഴകത്തിൻ്റെ കാവേരി സംബന്ധമായിട്ടുള്ള കർണാടകയോടുള്ള തർക്കത്തിൻ്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെ വിമർശിച്ച് പ്രസംഗിക്കുകയായിരുന്നു. പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ ജോസഫ് വിജയുടെ സർക്കാർ കാവേരി പ്രശ്നത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ല, കർണാടകയ്ക്ക് കീഴടങ്ങിയതുപോലെയാണ് പെരുമാറുന്നത്, കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ഇവിടെ തമിഴ്നാട്ടിൽ വിജയുടെ സഖ്യകക്ഷിയാണ് തുടങ്ങിയ വലിയ വിമർശനങ്ങൾ. ഇതെല്ലാം കൃത്യമായിട്ടുള്ള വിമർശനങ്ങളാണ് താനും. പക്ഷേ അതിനിടയിൽ ഉദയനിധി പ്രസംഗം ഇടയ്ക്കൊന്ന് നിർത്തിയപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് തൃഷ എന്നുള്ള വിളി വന്നു. ഈ തൃഷയെക്കുറിച്ച് പറയുന്നത്, ഇപ്പോൾ വിജയും തൃഷയും ഒന്നിച്ചാണ് ജീവിക്കുന്നത്, അവർ തമ്മിൽ ബന്ധമുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ DMK പ്രവർത്തകരും നേതാക്കളും ഉന്നയിക്കാറുണ്ട്. പലരും ഉന്നയിക്കാറുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉന്നയിക്കാറുണ്ട്. അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് നാം പോകേണ്ട കാര്യമില്ല. പക്ഷേ അതുകൊണ്ടാണ് ഈ തൃഷ എന്നുള്ള വിളി ജനക്കൂട്ടത്തിൽ നിന്നുയർന്നത്. ആ സമയത്ത് ഉദയനിധി ഒരു വഷളൻ ചിരിയും ചിരിച്ച് മറ്റെവിടെ വെള്ളം വന്നാലും ഇല്ലെങ്കിലും അവിടെ വെള്ളം വരണം എന്നൊരു അഭിപ്രായം അങ്ങ് പറഞ്ഞു. எங்க தண்ணி வருதோ இல்ல அங்க தண்ணி வரணும். காவிரி சொன்ன ഒരു சொட்டு തണ്ണീർ കൂടെ വരല. ഇതാണ് ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള ആ വഷളൻ ചിരിയും ഉദയനിധിയുടെ ശരീരഭാഷയും കണ്ടാൽ അറിയാം അയാൾ ഉദ്ദേശിച്ചത് എന്താണ്. ദ്വയാർത്ഥ പ്രയോഗം തന്നെയാണ്. അതിൻ്റെ പേരിലാണ് ഈ അറസ്റ്റ് നടന്നത്. ഇവിടെ ഉദയനിധിയെ ആരായാലും പിടിച്ചകത്തിടുക എന്നുള്ളത് വ്യക്തിപരമായി എനിക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം സനാതന ധർമ്മത്തെ ഡെങ്കുവും മലേറിയയും പോലെ ഇല്ലാതാക്കണമെന്ന അഭിപ്രായ പ്രകടനം നടത്തി കയ്യടി വാങ്ങുവാൻ ശ്രമിച്ച, ക്രിപ്റ്റോ ക്രിസ്ത്യാനികളുടെ കയ്യടി വാങ്ങുവാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ അയാളെ ആരെങ്കിലും പിടിച്ചകത്തിടുകയാണെങ്കിൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഈ അറസ്റ്റ്, അതും കോൺഗ്രസിനെ സഖ്യകക്ഷിയാക്കി ഭരിക്കുന്ന വിജയുടെ സർക്കാർ മുൻകൈയെടുത്ത ഈ അറസ്റ്റ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് മലയാളത്തിലെ കുറേ മാധ്യമങ്ങളെയും, മുഖ്യധാരാ മാധ്യമങ്ങളെയും, കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയുമാണ്. കാരണം ഇന്ത്യ മുന്നണിയിൽ നിന്ന് DMK ഏതാണ്ട് മാറിയ അവസ്ഥയിലാണ്. കോൺഗ്രസ് ആണിപ്പോൾ ഇന്ത്യ മുന്നണിയുടെ മുഖം. TVKയ്ക്ക്, തമിഴക വെട്രിക്കഴകത്തിന് MP-മാരില്ലാത്തതിനാൽ ദേശീയ തലത്തിൽ അവർക്ക് പ്രസക്തിയൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലും ഈ ജന്തർ മന്ദറിൽ നടന്ന സമരാഭാസത്തിൽ വിദ്യാർത്ഥികളെന്നുള്ള പേരിൽ പ്രത്യക്ഷപ്പെട്ട കുറേ ആളുകൾ നരേന്ദ്രമോദിയുടെ മാതാവിൻ്റെ ജനനേന്ദ്രിയത്തെ വരച്ചും മാതാവിനെ ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞതും, നരേന്ദ്രമോദിയെ അസഭ്യം പറഞ്ഞതും, കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അസഭ്യം പറഞ്ഞതുമെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന
പാറ്റകളെ, ആ വൃത്തികെട്ട ജന്മങ്ങളെ പിന്തുണയ്ക്കുന്ന വ്യക്തികളാണ് കോൺഗ്രസ്സിലുള്ളത്. അതേ കോൺഗ്രസ് തന്നെ ഇപ്പോൾ ഉദയനിധി പറഞ്ഞൊരു ദ്വയാർത്ഥ പ്രയോഗത്തിൻ്റെ പേരിൽ, കാരണം ഈ ദ്വയാർത്ഥ പ്രയോഗത്തിൽ ആ വേദിയിൽ പ്രസംഗിക്കുമ്പോൾ ഉദയനിധി വളരെ ബുദ്ധിപൂർവം, കാരണം ഉദയനിധിക്ക് കാര്യം എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയത്തിൽ വിജയേക്കാൾ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഉദയനിധിയുടെ വായിൽ നിന്ന് തൃഷ എന്നുള്ളൊരു വാക്കേ വന്നിട്ടില്ല. ഉദയനിധി ഈ ഒരു പ്രയോഗം നടത്തിയതിനു ശേഷം ഉദയനിധി പറഞ്ഞു, ഞാൻ കാവേരിയെക്കുറിച്ചാണ് പറഞ്ഞത്, കാവേരി നദിയെക്കുറിച്ചാണ് പറഞ്ഞത് എന്നൊരു അടിക്കുറിപ്പും കൂടി ഇട്ടുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോടതിയുടെ മുൻപിലും ഈ കേസ് നിലനിൽക്കില്ല, തള്ളിപ്പോവും. ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ആ ആളുകളുടെ ഇടയിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചു, അതിനു വേണ്ടിയിട്ടുള്ള ഈ ശ്രമങ്ങൾ നടത്തി എന്നുള്ള ഗുരുതരമായ വകുപ്പുകളാണ് ഉദയനിധിയുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. ആ വകുപ്പുകൾ തന്നെ ആ ഒറ്റ നോട്ടത്തിൽ കോടതി എടുത്ത് ചവറ്റുകുട്ടയിൽ കളയും, നിലനിൽക്കില്ലത്. ഇതൊരു വാശി തീർക്കാനും തനിക്ക് പ്രിയപ്പെട്ട ആരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ താൻ പ്രതികരിക്കുമെന്നുള്ള ഒരു ജയലളിത രീതി ആണ് തനിക്കുള്ളത് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുവാനും വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിനപ്പുറം ഒന്നുമില്ല. വിജയുടെ കാര്യമാണ് പറയുന്നത്. വിജയുടെ ഭാഗത്തു നിന്ന് ഉള്ളൊരു ശ്രമത്തിനപ്പുറം ഒന്നുമില്ല ഇതിൽ എന്നുള്ളതാണ് വാസ്തവം. ഉദയനിധി അകത്ത് പോകേണ്ട നിരവധി കേസുകൾ വേറെയുണ്ട്. അഴിമതി കേസുകളുണ്ട്, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കമ്മീഷൻ കേസുകളുണ്ട്, അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനമുണ്ട്, സനാതന ധർമ്മത്തെ കൂട്ടത്തോടെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെ കൂട്ടത്തോടെ ഇല്ലാതാക്കണമെന്നുള്ള ഒരു വംശഹത്യയ്ക്കുള്ള ആഹ്വാനമുണ്ട്, മതഭ്രാന്തുണ്ട്, ഒരു മതങ്ങൾ തമ്മിലുള്ള വിദ്വേഷം വിതയ്ക്കുവാനുള്ള ശ്രമമുണ്ട്. അതിലൊന്നും ജോസഫ് വിജയ്ക്ക് കേസെടുക്കണ്ട. കാരണം ഉദയനിധിയെ പിടിച്ചകത്തിട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അകത്തിടുവാൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഇരട്ടി വിളിക്ക് ജോസഫ് വിജയ് സനാതനധർമ്മത്തിൻ്റെ കാവലാളാകുന്നില്ല. അടിമുടി സനാതനധർമ്മ വിരുദ്ധത, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി, അതായത് സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ് ജോസഫ് വിജയ്. അതിനൊരു സംശയവും വേണ്ട. അത് തിരുപ്പുറംകുன்றம் വിഷയത്തിലായാലും ശരി, മറ്റ് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിഷയങ്ങളിലായാലും ശരി, അയാളുടെ മന്ത്രിസഭയിലെ അല്ലെങ്കിൽ തമിഴക വെട്രിക്കഴകത്തിലെ മധുര MLA ഒരു ജിഹാദിയുണ്ട്. സനാതനധർമ്മത്തെ ഇല്ലാതാക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും ഒരു നടപടിയും എടുക്കാതെ മൗനമായിരുന്ന വ്യക്തിയാണ് ജോസഫ് വിജയ്. ഉദയനിധി സ്റ്റാലിനും ഒട്ടും ഭേദമല്ല. ഇത് രണ്ട് ഒരു എന്താ പറയുക, ദുഷ്ടശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഇതിൽ സത്യത്തിൽ നമുക്ക് റോളൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് കാണേണ്ട വ്യക്തികളാണ് ഞാനും നിങ്ങളുമെല്ലാം. കാരണം അടിസ്ഥാനപരമായിട്ട് ഒരാളൊരു വൃത്തികെട്ട സംസ്കാരം പേറുന്ന ഒരാളാണ്. കാരണം ഈ സ്ത്രീകളെ ഇത്തരത്തിൽ അപമാനിക്കുക എന്നുള്ളത് ഉദയനിധി സ്റ്റാലിനായിട്ട് തുടങ്ങി വെച്ചൊരു പുതിയ രീതിയല്ല. DMKക്ക് അത് രക്തത്തിൽ അലിഞ്ഞു പോയതാണ്. കരുണാനിധിയുടെ കാലം മുതൽ കരുണാനിധി ആദ്യകാലങ്ങളിൽ സ്ത്രീകളെ ചേർത്ത് വെച്ച് EV രാമസ്വാമി, ഇപ്പോൾ അവർ പെരിയാറെന്ന് ഉയർത്തിക്കൊണ്ട് നടക്കുന്ന EV രാമസ്വാമിയുമായി തെറ്റി ദ്രാവിഡ കഴകത്തിൽ നിന്ന് ദ്രാവിഡ മുന്നേറ്റ കഴകം അണ്ണായി ഉണ്ടാക്കിയപ്പോൾ മുരസൊലി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ കരുണാനിധി EV രാമസ്വാമിയെക്കുറിച്ച് എഴുതിയ ലേഖനങ്ങൾ ഇപ്പോഴും ആർക്കൈവുകളിൽ ലഭ്യമാണ്. അതിൻ്റെ തർജ്ജിമകളൊന്ന് പഠിച്ചു നോക്കുക, ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുക. ഒന്നാന്തരം ഭാഷയാണ്. അതിനും അപ്പുറത്തേക്കുള്ള വൃത്തികെട്ട ഭാഷകളായിരുന്നു കരുണാനിധി ഉൾപ്പെടെയുള്ളവർ വേദികളിൽ EV രാമസ്വാമിയെ അഭിസംബോധന ചെയ്യുവാനായിട്ട് ഉപയോഗിച്ച് സ്ത്രീകളെ ഉപയോഗിച്ചുള്ള ഒരു സെക്സ് വർക്കേഴ്സെന്നോ വേശ്യകളെന്നോ ഒക്കെയുള്ള അതിൻ്റെ ഏറ്റവും തരംതാണ രീതിയിലുള്ള ഗ്രാമ്യപ്രയോഗമെന്ന് വേണമെങ്കിൽ പറയാവുന്ന, പറഞ്ഞ് രക്ഷപ്പെടാവുന്ന ഏറ്റവും തരംതാണ പ്രയോഗങ്ങൾ ഉപയോഗിച്ച് അമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ പറഞ്ഞ് കൊണ്ടുള്ള പ്രയോഗങ്ങളായിരുന്നു അവർ നടത്തിയിരുന്നത്. അണ്ണാദുരൈ അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും നടത്തിയിരുന്നില്ല. അദ്ദേഹം ഈ മാന്യമായ രാഷ്ട്രീയ ഭാഷ പിന്തുടർന്നിരുന്ന ഒരാളായിരുന്നു. MGRൻ്റെ വായിൽ നിന്നും അത്തരത്തിൽ യാതൊരു പദങ്ങളും ഒരു കാലത്തും വന്നിരുന്നില്ല. ജയലളിതയുടെ വായിൽ നിന്നും വന്നിട്ടില്ല. പക്ഷെ DMK അടിമുടി ആഭാസ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി തന്നെയാണ്. അതിനും സംശയമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതിൽ ഞാൻ വിജയിയാണോ ന്യായീകരിക്കുന്നത് ഉദയനിധി സ്റ്റാലിനെയാണോ? രണ്ടുപേരെയുമല്ല. അടിസ്ഥാനപരമായിട്ട് ഈ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വിഷയം വന്നപ്പോൾ ഇന്ന് മലയാള മാധ്യമങ്ങളിൽ, ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ കണ്ട അഭിപ്രായ പ്രകടനങ്ങൾ, സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ
പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഉദയനിധി സ്റ്റാലിൻ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. എന്നാൽ ജോസഫ് വിജയുടെ ഭാഗത്തു നിന്നുണ്ടായ തിടുക്കപ്പെട്ട അറസ്റ്റും അത്ര ന്യായീകരിക്കാൻ പറ്റിയതല്ല. ഈ ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുവാനുള്ള ഒരു ശ്രമമാണ്. കാരണം ഇവർ രണ്ടുപേരും ബി ജെ പിക്ക് എതിരാണ് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുള്ളത് കൊണ്ട് ഉദയനിധി സ്റ്റാലിൻ്റെ കാര്യത്തിൽ ഒരാഴ്ചയല്ല, ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ ഉദയനിധി സ്റ്റാലിനെ അകത്തിടണമെന്നുള്ളത്. കാരണം പല വിഷയങ്ങളിലും ഇനി അങ്ങോട്ടേക്ക് ബി ജെ പി അവർ പിന്തുണയ്ക്കുന്നത് കാണുമ്പോൾ ഏഷ്യാനെറ്റിന് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ ജോസഫ് വിജയുടെ കൂടെയാണ് നിൽക്കുന്നത്. ജോസഫ് വിജയ് വളരെ കറക്റ്റാണ് ചെയ്തത്. അപ്പോൾ പിടിച്ച് അകത്തിടണമായിരുന്നു. ശരിക്കും ജാമ്യമില്ലാത്ത വകുപ്പിൽ UAPA ചുമത്തി അപ്പോൾ തന്നെ തൂക്കിക്കൊള്ളണമായിരുന്നു എന്നുള്ള വിഷയങ്ങളുമായി വരും. പക്ഷേ ഇവരുടെ എല്ലാം അവതരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അസഭ്യം പറഞ്ഞ പാറ്റകളും പാറ്റകളുടെ ഗുണ്ടകളും അല്ലെങ്കിൽ ആ വൃത്തികെട്ട ജീവികളും അഭിപ്രായ സ്വാതന്ത്ര്യം അർഹിക്കുന്നവരാണ്. ഒരു പാവം കുട്ടിയെ അവർ പറയുന്നത് നരേന്ദ്രമോദിയെ, പ്രധാനമന്ത്രിയെ അസഭ്യം പറഞ്ഞു എന്നല്ല, പ്രധാനമന്ത്രിയെ വിമർശിച്ചു എന്നാണ്. അടിസ്ഥാനപരമായിട്ട് ഈ ഏഷ്യാനെറ്റിലെ ഈ അവതാരകരെ ആരെങ്കിലും ഞാൻ പോയി മാതാവിനോ പിതാവിനോ ചേർത്ത് നല്ല സഭ്യവാക്കുകളാൽ അഭിസംബോധന ചെയ്താൽ അതിനവർ പറയേണ്ട സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഭാഷ ഈ പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ അവർ സ്വീകരിച്ച നടപടി വെച്ച് നോക്കുകയാണെങ്കിൽ വിമർശിച്ചു. ഉണ്ണി ബാലകൃഷ്ണൻ ഞാൻ വിമർശിച്ച എന്താണ്? അദ്ദേഹത്തിൻ്റെ 10 തലമുറയ്ക്ക് ഞാൻ അസഭ്യം പറയുന്നതാണ് വിമർശനം എന്നുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഭാഷയിൽ. പക്ഷേ ഇവിടെ ഉദയനിധി വേഴ്സസ് ജോസഫ് വിജയ് വരുമ്പോൾ അത് അത്തരത്തിലുള്ളൊരു വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ ഉദയനിധി? എന്നാലും ജോസഫ് വിജയ് അത്ര ശരിയായില്ല കേട്ടോ. 2 പക്ഷത്തും കൂടി കാല് വെച്ച് 2 വള്ളത്തിലും കാല് വെച്ചുള്ള ഒരു കളിയാണ് അവിടെ നടക്കുന്നത്. ഈ ഒരു ഇരട്ടത്താപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും വൃത്തികെട്ടൊരു വിഷയം എന്ന് ഓട്ടപ്രദക്ഷിണം കയ്യിലെടുത്തത്. ഈ ഒരു ഇരട്ടത്താപ്പ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. ജോസഫ് വിജയുടെ ഭാഗമെന്ന് നോക്കൂ. തിടുക്കപ്പെട്ട ആരെയോ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരു അറസ്റ്റ് നാടകം നടത്തുന്നു. ഇനി പ്രധാനമന്ത്രിയുമായിട്ട് ഇവരെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. താരതമ്യത്തിന് ഇവർ അർഹരല്ല എന്നെനിക്കറിയാം. കാരണം ആ മനുഷ്യനുമായിട്ട് താരതമ്യം ചെയ്യാൻ യോഗ്യതയുള്ള, അല്ലെങ്കിൽ താരതമ്യം ചെയ്യപ്പെടുവാൻ യോഗ്യതയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇന്നില്ല എന്നുള്ളതാണ് സത്യം. തന്നെ അസഭ്യം പറഞ്ഞ കുട്ടികളോട് താൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുവാനുള്ള ഒരു മാനസിക വലിപ്പമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ മറ്റ് കുറ്റകൃത്യങ്ങളുടെ പേരിലുള്ള FIRകൾ നടക്കുക തന്നെ ചെയ്യും. പ്രധാനമന്ത്രിയുടെ പേരിൽ അസഭ്യം പറഞ്ഞ പ്രായപൂർത്തിയാകാത്തവരുടെ പേരിലുള്ള FIRകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നതിൽ ദില്ലി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രി തന്നെ അവരോട് ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ദില്ലി പോലീസ് FIRമായി മുന്നോട്ട് പോകുന്നത് ശരിയായൊരു നടപടിയല്ല. അതുകൊണ്ട് തന്നെ അവർ ആ FIRകൾ അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് 2500 ക്രിമിനലുകൾ ഈ സമരാഭാസത്തിൻ്റെ ഇടയിൽ അവരുടെ തോന്നിയവാസങ്ങൾ കാട്ടി അഴിഞ്ഞാടിയ ക്രിമിനലുകൾ രക്ഷപ്പെടുമെന്നല്ല, അതിലൊരുത്തൻ പോലും രക്ഷപ്പെടാൻ പോകുന്നില്ല. പാറ്റകളുടെ തലതൊട്ടപ്പന്മാരും രക്ഷപ്പെടാൻ പോകുന്നില്ല. അന്വേഷണങ്ങൾ കാര്യമായി നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ റിസൾട്ട് വേണം. അഭിജിത് ദീപ്കയെ പിടിച്ച് അകത്തിടണം. സൗരവ്ദാസിനെ പിടിച്ച് കുനിച്ച് നിർത്തി കൂമ്പിനടിച്ച് നമ്മുടെ കൊച്ചിയിൽ കൊണ്ടുപോയി MG റോഡിൽ നിർത്തി കുനിച്ച് നിർത്തി മൂട്ടിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണം എന്നൊക്കെ പറയുന്നവരുണ്ടാകാം. പക്ഷേ അതെല്ലാം അതിൻ്റെ വഴിക്ക് നടന്നോളും. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. അതുതന്നെയാണ് BJPയുടെ ഒരു രീതി, പ്രവർത്തന രീതി. അത് ആ വഴിക്ക് പോകും. പക്ഷേ ഈ ഒരു ഇരട്ടത്താപ്പ് നാം ഒന്ന് ശ്രദ്ധിച്ചേ മതിയാവുകയുള്ളൂ. വിജയ് അറസ്റ്റ് ചെയ്തപ്പോൾ ഒന്ന് സൂക്ഷിക്കാമായിരുന്നു. അല്ലെങ്കിൽ വിജയ്യെ അറസ്റ്റ് ചെയ്തു, അത് വേണം, സ്ത്രീകളെ അപമാനിച്ചാൽ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നവന്മാർ പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയ സ്വർഗീയയായ മാതാവിനെ ഹീനമായ ഭാഷയിൽ, മ്ലേച്ഛന്മാരുടെ ഭാഷയിൽ അവഹേളിച്ച അസഭ്യം പറഞ്ഞവരെ സംരക്ഷിക്കുവാൻ ഇറങ്ങിയിരിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ. ഒരു പ്രധാനമന്ത്രി അത് പറഞ്ഞാൽ എന്താണ്, ഈ രാജ്യത്ത് തെറി പറയുന്നത് കുറ്റമാണോ എന്ന് ചോദിക്കുന്ന പോസ്റ്ററുകൾ വരെ ഇറക്കി ഇടതുപക്ഷക്കാരിറങ്ങിയിട്ടുണ്ട്. അതുതന്നെയാണ് ഉദയനിധി സ്റ്റാലിനും ഇപ്പോൾ ചോദിക്കുന്നത്. ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പോലീസുകാരുടെ പിടിയിൽ നിന്ന് നെഞ്ചും വിരിച്ചിറങ്ങി വന്ന് പടക്കം പൊട്ടിച്ച് മധുര വിതരണം ചെയ്യുന്ന DMK പ്രവർത്തകരുടെ ഇടയിൽ ഒരു യോദ്ധാവിനെ പോലെ നടന്നു പോയപ്പോൾ ഉദയനിധി സ്റ്റാലിനും പറയുന്നത്, ഇപ്പോൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9:34. ഇപ്പോൾ പത്രസമ്മേളനം നടത്തി തൻ്റെ വീരഗാഥകൾ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ. അങ്ങനെ അങ്ങ് കണ്ടാൽ പോരെ. പക്ഷേ ജോസഫ് വിജയ്ക്ക് അങ്ങനെ കാണുവാൻ സാധിക്കില്ല. ചിലരെയൊക്കെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള നാടകം കളിച്ചേ മതിയാവുകയുള്ളൂ.
ഈ കേസ് ഇനി നീണ്ടു പോയില്ല, വരും ദിവസങ്ങളിൽ കോടതിയിലെത്തുകയാണെങ്കിൽ തമിഴ്നാട് പോലീസ് കോടതിയുടെ മുമ്പിൽ നാണം കെടാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ളൊരു കേസിന് എന്താണ് പ്രസക്തി, ഇതിൽ എന്താണ് അപമാനം, നിങ്ങൾ പറയൂ. അല്ല, അത് തൃശയെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ തൃശയല്ല, ഞാൻ കാവേരിയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, അത് തൃശയെ തന്നെയാണ് ഉദ്ദേശിച്ചത്. വീഡിയോയിലുണ്ടല്ലോ ഞാൻ കാവേരിയാണ് പറഞ്ഞതെന്നുള്ളത്. ഇത് എഡിറ്റഡ് വീഡിയോ ഒന്നും അല്ലല്ലോ, മാധ്യമങ്ങളിലും സംപ്രേഷണം ചെയ്തതല്ലേ ഈ സമ്മേളനം, പ്രതിഷേധ സമ്മേളനമായിരുന്നല്ലോ. എന്ന് ചോദിച്ചാൽ ഈ കേസിന് ഒരു നിലനിൽപ്പില്ലെന്നേ. കോടതിയുടെ മുമ്പിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇത് തള്ളിപ്പോകാവുന്ന കേസാണ്. തമിഴ്നാട് പോലീസ് നാണം കെടും. അപ്പോൾ എന്തുണ്ടാകും? ആരിത് എന്തിനു വേണ്ടി ചെയ്തു? ഇത്തരത്തിലൊരു കേസ്, ദുർബലമായൊരു കേസ് കെട്ടിച്ചമച്ച് ഉദയനിധിയെ ഇത്രയും വലിയ പ്രദർശനപരതയോടുകൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളൊരു ചോദ്യം ആര് ചോദിച്ചില്ലെങ്കിലും DMK ചോദിക്കും. കാരണം അവർക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി മുതലെടുക്കുവാൻ അറിയാവുന്ന തരത്തിൽ അത്രയും പരിചയമുള്ള, മെയ്വഴക്കമുള്ള നേതാക്കൾ അവരുടെ കൂടെയുണ്ട്. വർഷങ്ങളായി അവർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന, വർഷങ്ങൾ കൊണ്ട് അവർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ സംവിധാനവുമുണ്ട്. ഇതിനെയെല്ലാം പ്രചരിപ്പിച്ച് ഇതിനെതിരെ ഇലക്ഷൻ അവർക്ക് ദയനീയമായി തോറ്റുവെങ്കിൽ പോലും ആ സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന് പലതും ക്ഷീണം സംഭവിച്ചിട്ടുണ്ടാവാം, തുരുമ്പെടുത്തിട്ടുണ്ടാവാം. പക്ഷേ ആ സംവിധാനങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരെ പ്രീതിപ്പെടുത്തുവാൻ എന്നുള്ള രീതിയിൽ അവർ പ്രചരണം തുടങ്ങും. ഇതിലും അസഭ്യമായ ഭാഷയിൽ തൃശയെ അവരഭിസംബോധന ചെയ്യുന്നത്, അവരുടെ പ്രാദേശിക നേതാക്കൾ അഭിസംബോധന ചെയ്യുന്നത് വിജയ് വാകൈ പൊത്തി നിന്ന് കേൾക്കേണ്ടി വരും. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള അറസ്റ്റും പ്രദർശനപരതയും ഒന്നും ചിലപ്പോൾ കോൺഗ്രസിന് പോലും അനുവദിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഈ ജന്തർ മന്ദറിലെ സമരാഭാസത്തെ അവർ പിന്തുണച്ചതുകൊണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവരെല്ലാം അവരെ തന്നെ ഒരു മൂലയ്ക്ക് സ്വയം ഒതുക്കി പുറത്ത് കടക്കാൻ പറ്റാത്ത രീതിയിൽ കുടുക്കിയിട്ടിരിക്കുകയാണ്. ഇനി DMKയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള ആഭാസ പ്രയോഗങ്ങൾ അവർക്ക് പുത്തരിയല്ല എന്നുള്ളത്. EV രാമസ്വാമി ഒരു ആഭാസം പറഞ്ഞിട്ടുണ്ട്, MGRനെ പറഞ്ഞിട്ടുണ്ട്, ജയലളിതയെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ പറയാതിരുന്നത് ഒരു കാലഘട്ടത്തിൽ മാത്രമാണ്. ജയലളിത മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരൊറ്റ ഒരുത്തൻ വാ തുറന്നിട്ടില്ല. വാ തുറന്നാൽ ആ വായിക്കാത്തവർ മണ്ണ് നിറച്ച് അരക്ക് വെച്ച് അടച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒട്ടിച്ചിട്ടുമുണ്ട്. അഴഗിരി, കരുണാനിധിയുടെ മൂത്ത മകൻ അഴഗിരി, എന്തിന് സ്റ്റാലിൻ, കരുണാനിധി തുടങ്ങിയ എല്ലാവർക്കും അതിൻ്റെ അനുഭവമുള്ളതാണ്. കരുണാനിധിയെ രാത്രി മിഡ് നൈറ്റ്, ഡീപ്പ് സ്ലീപ്പ്, കൂമ്പിനിടി, അയ്യോ കൊൽറാറെ എന്ന് പറഞ്ഞ് തൂക്കിയെടുത്തുകൊണ്ട് പോയൊരു സംഭവമുണ്ടല്ലോ. അത് എന്തിനായിരുന്നു എന്നാണ് വിചാരിക്കുന്നത്? പല കേസുകളും പല കുറ്റാരോപണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ മുരസൊലിയിലോ മറ്റോ ജയലളിതയെക്കുറിച്ച് എഴുതിയ ഒരു എഡിറ്റോറിയലിൽ തിരുമതി ജയലളിത എന്ന് ആവർത്തിച്ച് എഴുതിയത് കൊണ്ടാണ് കുമാരി ജയലളിതയെ ശ്രീമതി ജയലളിത എന്ന്, അതായത് ജയലളിതയുടെ വിവാഹം കഴിഞ്ഞു എന്ന് ധ്വനിപ്പിക്കുന്ന ഇത്തരത്തിലുള്ളൊരു ദ്വയാർത്ഥ പ്രയോഗം ആവർത്തിച്ച് ഉപയോഗിച്ചതുകൊണ്ടാണ്. രാത്രി 10:30 ഒരു 12 മണിയായി കാണണം, മിഡ് നൈറ്റ് ആണെന്ന് തോന്നുന്നു. കാരണം കരുണാനിധി തന്നെ പിന്നീട് നിലവിളിക്കുന്നത് മിഡ് നൈറ്റ്, ഡീപ്പ് സ്ലീപ്പ്, പോലീസ് കമ്മിങ് ഇൻ, ലിഫ്റ്റിംഗ് മീ അപ്പ്, കൂമ്പിനിടി, അയ്യോ കൊൽറാറെ, ഇതായിരുന്നു കരുണാനിധിയുടെ വിലാപം. അപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞ് കാണണം. സൺ TV ആ വിഷ്വൽസ് നല്ലപോലെ ഉപയോഗിക്കുകയും ചെയ്തു. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു അസഭ്യ പ്രയോഗം DMKയുടെ ഭാഗത്തു നിന്ന് ജയലളിതയ്ക്ക് നേരെയല്ല, ഏതെങ്കിലും ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായിരുന്നെങ്കിൽ ജയലളിത ശക്തമായിട്ട് പ്രതികരിക്കുമായിരുന്നു. പിന്നെ ജയലളിതയുടെ കാര്യത്തിൽ ഒരു വിശേഷ ഗുണം കൂടി ഉണ്ടായിരുന്നു. സ്ത്രീകളെ അപമാനിക്കുന്നത് അവർ ഏത് പാർട്ടിയിലാണെങ്കിലും സഹിക്കില്ലായിരുന്നു. സ്വന്തം പാർട്ടിയിലുള്ളവരെ ആണെങ്കിൽ അവർ ഒരു പരിധിക്ക് മുകളിൽ ശിക്ഷിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ശാസിക്കുമായിരുന്നു അത്തരത്തിലുള്ള. ഇനി നേരെ അതേ ചിന്ത നമ്മൾ DMKയുടെ മേൽ, അല്ലെങ്കിൽ അതേ ഒരു ദൃഷ്ടിയോടുകൂടി DMK ഒന്ന് വിശകലനം ചെയ്താൽ, കനിമൊഴിയുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകയാണ് താനെന്നുള്ള ഭാവത്തിലാണ് മാഡം നടക്കുന്നത്. അവരുടെ സഹോദരനോ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധമെന്നൊക്കെയാണ് അനലൈസ് ചെയ്ത് വിശകലനം ചെയ്ത് വരുമ്പോൾ നേരം വെളുക്കും. അതുകൊണ്ട് അവരുടെ ബന്ധുവായ സഹോദരനെന്ന് തന്നെ പറയാം, സഹോദരനായ ഉദയനിധി ഇത്തരത്തിലുള്ളൊരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ട് ഈ നിമിഷം വരെ അവർ വാ തുറന്നിട്ടില്ല. തമിഴ്നാട്ടിൽ ഇതിനെതിരെ ഏറ്റവും ഏറിയ പ്രതികരണം നടത്തിയിട്ടുള്ള വനിതാ നേതാവ് ഖുഷ്ബു സുന്ദറാണ്. BJPയുടെ നടിയായിരുന്ന ഖുഷ്ബു സുന്ദർ.
അവർ മാത്രമേ പ്രതികരണം നടത്തിയിട്ടുള്ളൂ. മറ്റ് അണ്ണാമലൈ ഉൾപ്പെടെയുള്ളവർ അതിനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വനിതാ നേതാവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും വിഷയങ്ങൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നമ്മളില്ല, ഈ കളിയിൽ നമ്മളില്ല, അവർ തമ്മിൽ അടിച്ചു തീർക്കട്ടെ എന്നുള്ള രീതിയിൽ കരയ്ക്കിരുന്ന് കളി കാണേണ്ട ബാധ്യത മാത്രമേ എനിക്കും നിങ്ങൾക്കുമുള്ളൂ, ദേശീയവാദികൾക്കുള്ളൂ, സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ളൂ. കാരണം രണ്ട് സനാതനധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾ, രണ്ട് ദേശവിരുദ്ധ ശക്തികൾ. ജോസഫ് വിജയും ദേശവിരുദ്ധത തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ മിഴിവോടെ നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ. അത്ഭുതങ്ങൾ സംഭവിക്കുവാനുള്ള ചില കുരുക്കുകൾ ഒരു വശത്ത് ഒരുങ്ങിക്കിടപ്പുണ്ട്. ആ കുരുക്കുകൾ ഒന്ന് മുറുകുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിച്ച് ജോസഫ് വിജയ് നല്ല മര്യാദയ്ക്ക്, നല്ല നമ്മുടെ ഗ്രാമ്യ ഭാഷയിൽ പറഞ്ഞാൽ തങ്ക കമ്പിയായി തമിഴ്നാട് ഭരിച്ചിട്ട് പൊയ്ക്കോളും. അല്ല എങ്കിൽ ദേശവിരുദ്ധത മുഖമുദ്രയാക്കി തന്നെ തമിഴ് പുലികൾ ഉൾപ്പെടെയുള്ള ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ, വിഘടനവാദം വളർത്തുന്ന തരത്തിൽ ജോസഫ് വിജയ് കൂടുതൽ അപകടകാരിയായി വളർന്നു വരും. ഉദയനിധി സ്റ്റാലിൻ്റെയും DMKയുടെയും കാര്യം പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ നിവർത്തികേട് കൊണ്ട് BJPയെ പിന്താങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതല്ലാതെ ആത്യന്തികമായി ഭാരതമെന്ന സങ്കല്പത്തിന് തന്നെ എതിരാണ് DMK എന്ന സങ്കല്പം, ദ്രാവിഡ മുന്നേറ്റ കഴകം. അതുകൊണ്ട് തന്നെ അവരെ, ദേശവിരുദ്ധരെ അത്യാവശ്യത്തിന് വേണ്ടി നാം കൂടെ കൂട്ടുന്നു. പണ്ട് കശ്മീരിൽ PDPയെ എങ്ങനെ കൂടെ കൂട്ടി, ആവശ്യം കഴിഞ്ഞപ്പോൾ പഴന്തുണി പോലെ എടുത്തു കളഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാലിന്യം പോലെ എടുത്തു കളഞ്ഞു, അതുപോലെ BJP കൂടെ കൂട്ടുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. രണ്ട് കൂട്ടർ തമ്മിൽ തല്ലി തീർന്നാലും നമുക്കൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇരട്ടത്താപ്പ്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മാതാവിനെ വരെ അസഭ്യം പറയുന്നവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും ഉദയനിധി സ്റ്റാലിന് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്നും പറയുന്നവരുടെ ഇരട്ടത്താപ്പ്, വിജയ് അറസ്റ്റ് ചെയ്തത് ശരിയായി, ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നവരുടെ ഇരട്ടത്താപ്പ്, ഇതെല്ലാം ഒന്ന് വിശകലനം ചെയ്യാൻ നമുക്കൊരവസരം കൂടിയാണ്. നമുക്ക് കരയിലിരുന്ന് പോപ്കോൺ കണ്ട് ഈ ദേശവിരുദ്ധരുടെ തമ്മിൽ തല്ല് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയവും നമുക്കൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും വൃത്തികെട്ടൊരു വിഷയം ഇന്ന് ഓട്ടപ്രദർശനം കയ്യിലെടുത്തത്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.